Hi traders, welcome back to Market Viewers. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ പതിവ് പോലെ പരിശോധിക്കാം. ഇന്നലെ 23,521 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,586 എന്ന ലെവലിലാണ്. അതായത് 65 പോയിന്റോളം പ്ലസ് ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ആയത്. എന്നാൽ നിങ്ങൾക്ക് ഇന്നലത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ കേട്ടിരുന്നെങ്കിൽ വ്യക്തമായി കേൾക്കുകയായിരുന്നു എങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ പോവുകയാണ് എങ്കിൽ, അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ ഒരു തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും എന്നായിരുന്നു. അപ്പോൾ ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റാണ്. അതായത് 23,664 എന്ന ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ഉയരം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഒരു വശം ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഈ ലെവലിന് മുകളിൽ കയറി ക്ലോസ് ആയിട്ട് വീണ്ടും ഇറങ്ങി വരികയാണെങ്കിൽ, ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുമ്പോൾ മാത്രം ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും എന്ന്. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്തത് ഞാൻ അത്തരത്തിൽ പറഞ്ഞിരുന്ന ലെവലിന് മുകളിലാണ്. അപ്പോൾ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അഥവാ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് ഡൗൺവേർഡ് ആണ് സഞ്ചരിക്കുന്നത്, അപ്വേർഡ് പോകുന്നില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ലെവലിന് മുകളിലോട്ട് പിന്നെയും കടന്നു വരണം. ഓക്കെ, കടന്നു വരാതെ ഈ ലെവലിലോട്ട് വരുമ്പോൾ തന്നെ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. ഇനി അതുമല്ല, ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഇത്തരത്തിലേക്ക് ഒരു ഡിക്ലൈൻ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഏരിയയിൽ വരുമ്പോൾ തന്നെ ഇവിടെ എവിടെ ഓപ്പൺ ചെയ്താലും ഈ ലെവലിലോട്ട് ഉയർന്നു വന്നാലും അപ്പോഴേ ഒരു സെല്ല് ചെയ്യാം. അതുവരെ രേഖപ്പെടുത്തിയ ഹിസ്റ്റോറിക്കൽ ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം എന്ന് കരുതിയ ആൾക്കാർക്ക്, അങ്ങനെ ഉള്ള ട്രേഡേഴ്സിന് കൃത്യമായും ഒരു ലാഭം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് അടുത്ത 5 മിനിറ്റ് ക്യാൻഡിലും ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു എന്ന് കണ്ടതും വീണ്ടും പ്രൈസ് ചെയ്ത് ഈ ലെവലിൽ വന്നു. അപ്പോൾ സെൽ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ഒരാൾക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ തരത്തിൽ ട്രേഡ് ചെയ്തവർ, രാവിലത്തെ സിംഗിൾ ട്രേഡ് മാത്രം ചെയ്യുന്ന ഒട്ടനവധി പേരുണ്ട്. അതിനുശേഷം സിസ്റ്റം പൂട്ടി വെച്ച് പോകുന്ന പ്രവണത ഇപ്പോൾ ഒട്ടനവധി പേർക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടാണ്, മാർക്കറ്റ് വേഴ്സിൽ പറയുന്നതുകൊണ്ടാണ് എന്നൊന്നുമല്ല, എങ്കിലും അവരുടെ തിരിച്ചറിവായിരിക്കാം. അത്തരത്തിൽ പ്രോഫിറ്റ് എടുത്തവർ ഒട്ടനവധി പേർ എനിക്ക് രാവിലെ തന്നെ സ്ക്രീൻഷോട്ട് നൽകിയതിന് ശേഷം, സാമാന്യം നല്ല പ്രോഫിറ്റുകൾ ലഭിച്ച സ്ക്രീൻഷോട്ടുകൾ നൽകിയതിന് ശേഷം അവരവരുടെ ഡെയിലി തൊഴിലുകളിലോട്ട് പോകുന്നതായി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ ഒരു ട്രേഡ് പോസിബിൾ ആയിരുന്നു. ഇനി ആ ട്രേഡ് എടുക്കാൻ കഴിയാതിരുന്നവർ ഇങ്ങനെ വീണ്ടും വന്നപ്പോൾ എടുക്കാൻ കഴിഞ്ഞു. എന്നാൽ പ്രൈസ് കൃത്യമായി രേഖപ്പെടുത്തിയ ലെവലുകളിൽ ഇന്നലത്തെ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്യാതെ റിവേഴ്സ് കയറുന്നു എന്ന് കണ്ട് ഈ ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു കോൾ വാങ്ങി ഡേയ്സ് ലോ ചെയ്യാൻ കഴിഞ്ഞവർക്കും ഈ ലെവലിലോട്ട്, ഇവിടെ രേഖപ്പെടുത്തിയ ലെവലിലോട്ട് ഒരു ടാർഗറ്റ് കിട്ടിയിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരം പതിവ് പോലെ 0 എന്ന ലെവലിൽ ഞാൻ ഒരു ട്രേഡ് പോസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ഇവിടെ ഈ ലെവലിൽ ഒരു ബൈ എൻട്രി കൊടുത്തുകൊണ്ട് ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതായിരുന്നു ഞാൻ രേഖപ്പെടുത്തിയിരുന്ന റെഡ് ലൈൻ, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. എന്നാൽ ഈ മൂവ് കിട്ടിയതിന് ശേഷം ഈ സപ്പോർട്ടിൽ ഇത് ഹോൾഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ നിന്നും വീണ്ടും ഉയർന്നെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ബ്ലാക്ക് ലൈനുകളിൽ വന്ന് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്ന ഒരു ഫീൽ കിട്ടുമ്പോഴാണ് അത്തരത്തിൽ ഞാൻ 00 ചാനലിൽ, ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. റെഡ് ലൈൻ അതിന്റെ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയിരിക്കാം. ഈ ബ്ലാക്ക് ലൈനുകളിൽ നിന്നുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു 00 അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റോപ്പ് ലോസ് ലെവലായി തീർച്ചയായും റെഡ് ലൈൻ, അത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആണ്, അത് കീപ്പ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ ഉയർന്നു വരികയാണെങ്കിൽ വീണ്ടും ഈ ലെവലിന് മുകളിലോട്ട് തന്നെ പ്രൈസ് കടന്ന് ക്ലോസ് ആവുകയാണ് എങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ലഭിച്ചേക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഈ തരത്തിൽ തന്നെ ഞാൻ ഗ്രീൻ ലൈൻ, ഒരു ബ്ലാക്ക് ലൈൻ ഇട്ടതിന് ശേഷം ഗ്രീൻ ലൈൻ അതിൻ്റെ എബോവ് ആയി കൊടുക്കാറുണ്ട്. അത് ഞാൻ സാധാരണയായി ഈ തരത്തിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ട്രേഡുകൾ എടുക്കുക. കാരണം പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ ആ ലെവലിലെത്തി നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താ കാണിക്കുന്നതെന്ന്. അത്തരത്തിൽ ഞാൻ എൻ്റെ ഒരു ലെവൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ചെന്ന് പ്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് വാച്ച് ചെയ്ത് എനിക്ക് ഒരു കൺവിക്ഷൻ ലഭിക്കുകയാണ്, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ മാത്രം
അതിന് അനുപാതികമായ ഒരു ഓപ്ഷൻ ഏതാണ്, പുട്ടാണെങ്കിൽ പുട്ട്, കോളാണെങ്കിൽ കോള് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യും. എന്നാൽ ആ ലെവല് സ്റ്റോപ്പ് ലോസ് ലെവൽ ഏതാണോ, ഗ്രീൻ ലൈൻ ആണ് എങ്കിൽ, സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ആണെങ്കിൽ അതിന് മുകളിൽ കടന്നാൽ തീർച്ചയായും ഞാൻ എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. അത് റെഡ് ലൈൻ ആണ്, സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആണെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റർ ചെയ്യാറുണ്ട്. എന്നാൽ ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നില്ല ചെറിയ പോയിന്റുകൾക്ക് എങ്കിൽ പോലും അവിടെ നിന്ന് റിവേഴ്സ് വലിഞ്ഞ് അപ്പർ സൈഡിൽ എത്തിയെങ്കിലും ടൈം ഡികെ പ്രകാരം പ്രോഫിറ്റിൽ ഇറങ്ങാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അഥവാ ഈ ഏരിയയിൽ നിന്നും എന്തായിരുന്നാലും വേണ്ട സീറോ ഓർ ഹീറോ അല്ലേ എന്ന് കരുതി ഒന്ന് ആവറേജ് ചെയ്തവർക്ക് തീർച്ചയായും ഈ ലെവലിൽ നിന്നും നോ ലോസ് നോ ഗെയിൻ മാത്രമല്ല അല്പം പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. പിന്നീട് പ്രൈസ് എങ്ങോട്ട് മൂവ് ചെയ്തിരുന്നില്ല, അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മൂവ്മെന്റ്. അതിനകത്ത് സാധ്യമാകുമായിരുന്ന ട്രേഡുകൾ ഇത്ര മാത്രമായിരുന്നു. കാര്യമായി ഈ മോർണിംഗിലെ ഫസ്റ്റ് ട്രേഡും പിന്നീട് ഏറെ നേരം വാച്ച് ചെയ്തതിനു ശേഷം പ്രൈസ് എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്ന് ചെറിയ ടൈം ഫ്രെയിമും വലിയ ടൈം ഫ്രെയിമും എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് വ്യക്തമായ 1-2 ട്രേഡുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇന്ന് കൃത്യമായ ട്രേഡുകൾ അങ്ങനെ കാര്യമായി ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ ഏരിയയിൽ വരുമ്പോൾ ഇവിടെ നിന്നും പ്രൈസ് കാണിക്കുന്ന എന്താണ് സിഗ്നൽ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ് ഒരു പക്ഷേ ഉയർന്നില്ലെങ്കിലോ എന്ന് കരുതി ഈ ലെവലോ ഡേയ്സ് അതല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഹൈയോ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് പുട്ട് ഓപ്ഷൻ കണക്കാക്കാം, അഥവാ ഹീറോ സീറോ ഇങ്ങനെയാകാം എന്ന് ചിന്തിച്ചവർക്കും നല്ലൊരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ ആകെയുള്ള ട്രേഡിംഗ് ചാൻസുകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നൽകിയ പ്രൈസ് മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. ടെലഗ്രാം ചാനൽ സാധാരണയായി ഈ നമ്മുടെ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. താല്പര്യപ്പെടുന്നവർ അതിൽ ജോയിൻ ചെയ്യാം, ചാനലിൽ ജോയിൻ ചെയ്യാം. എങ്കിലും എനിക്ക് സന്ദേശങ്ങൾ അയക്കാൻ വിചാരിക്കുന്നവർ തീർച്ചയായും വാട്സപ്പിൽ മാത്രം മെസ്സേജുകൾ അയക്കുക. അത് വോയിസ് ക്ലിപ്പായി അയക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഞാൻ എഴുതിയിടുന്നവ ശ്രദ്ധിക്കാൻ അത്ര സമയം ലഭിക്കാറില്ല. വോയിസ് ക്ലിപ്പാണെങ്കിൽ എനിക്കത് കേൾക്കുന്നതൊപ്പം മറ്റു കാര്യങ്ങൾക്കും ഒരു സമയം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അത്തരത്തിൽ ഞാനുമായി കോണ്ടാക്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായും വാട്സപ്പ് മെസ്സേജുകൾ വോയിസ് ക്ലിപ്പായി തന്നെ അയച്ച് തരിക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാളേക്ക് വേണ്ടി ഞാൻ ആദ്യമായി ലഭിക്കുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ രേഖപ്പെടുത്തിയത് 23,625 എന്ന ലെവലാണ്. അത് ഇന്നത്തെ ഉയരമാണ്. അതുപോലെ തന്നെ 23,550 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാമെന്ന് കരുതിയിട്ടുള്ള സപ്പോർട്ട് ലെവൽ. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഒരു തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. തീർച്ചയായും ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണ്. അത് ഡയറക്റ്റായി ഈ പതിയെ 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ഹിസ്റ്റോറിക്കൽ ഹൈ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് 23,664 ആണ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്നും ലഭിക്കാവുന്ന ടാർഗറ്റുകളായി ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ 23,732, 23,776 എന്ന ലെവലുകളാണ്. അതിനും മുകളിൽ കടന്നു കഴിഞ്ഞാൽ ഈ ലെവലുകൾ 24,124, 24,596 ഒക്കെ ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകളാണ്. അതെന്നാൽ നാളെയോ നാളെ കഴിഞ്ഞോ അടുത്ത ആഴ്ചയോ ആയിട്ടൊന്നും ആയിരിക്കില്ല. അപ്പ് ആൻഡ് ഡൗണ് പ്രൈസ് മൂവ് ചെയ്ത് തന്നെയായിരിക്കാം ആ ലെവലുകളിലോട്ട് എത്തുക. എന്നാൽ ഇവിടെ നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ തീർച്ചയായും ഈ ലെവൽ കീപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഡൗൺവേർഡ് വരികയാണെങ്കിൽ ഈ ലെവലിന് താഴെ 23,531 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ താഴെയായിട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ പ്രൈസ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ രേഖപ്പെടുത്തി കാണുന്നവ. 23,452 എന്ന ലെവൽ വീണ്ടും അല്പം കൂടി സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി കണക്കുന്നു. എന്നാൽ
ഇന്നലത്തെ ലോയായ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരുപക്ഷെ കുറച്ചും കൂടി ഡൗണിലോട്ട് വന്നേക്കാം. 23,332, 23,230 എന്നിവയൊക്കെ അതിനിടയിലുള്ള സ്ട്രോങ് സപ്പോർട്ട് ലെവലുകളാണ്. ബാക്കിയുള്ളവ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 51,642 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലായി ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഉയരം, ഇന്നലത്തെ ഉയരമാണ് ആദ്യത്തെ റെസിസ്റ്റൻസ്. അത് ഒരു അത്ര മേജർ അല്ല, മൈനറായ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് 52,227, 52,399 എന്ന ലെവലുകളാണ്. എന്നാൽ 52,400 എന്ന ലെവലിന് മുകളിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന പോയിന്റ് റെസിസ്റ്റൻസ് പ്രധാനമായി വരാവുന്നത് 53,046 ആണ്. എങ്കിലും അത് നാളെയൊന്നും ടെസ്റ്റ് ചെയ്യും എന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. എന്നാലും പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യും എന്ന് അതത് ദിവസത്തെ മൂവിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതായത് 51,642 താഴെ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ താഴെ രേഖപ്പെടുത്തിയവയാണ്: 51,339, 51,131, 50,990, 50,757, 50,496, 50,266 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്ന് കരുതുന്നു. ഓക്കെ, ഇനി വ്യക്തമായി കാണേണ്ടവർ തീർച്ചയായും വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം താല്പര്യമുള്ളവർ ലെവലുകൾ രേഖപ്പെടുത്തുക. ഞാനിത് എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ്. നിങ്ങൾക്കും ഉപയോഗിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ റിസ്ക് എല്ലാം നിങ്ങളുടേത് മാത്രമാണ്. അടുത്തതായി സെൻസെക്സിൽ എന്താണ് ലെവൽ എന്ന് പരിശോധിക്കാം. 77,647 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സപ്പോർട്ട് ലെവൽ 77,416 എന്ന ലെവലുമാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഈ ലെവലിന് റെസിസ്റ്റൻസിന് മുകളിൽ 77,647 മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഹൈ 77,851 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തേക്കാം. അതിനു മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ചെറിയ ഡിക്ലൈൻ തന്ന് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ തുടർന്നും പുതിയ ഹൈറ്റുകൾ തരാം. അവ ഈ തരത്തിലാണ്, ഈ ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളവ: 77,965, 78,083, 78,228 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനു മുകളിലോട്ട് വീണ്ടും 79,000, 80,000 എന്ന ലെവലുകളും ഉണ്ട്. എങ്കിലും അത് നാളെ രേഖപ്പെടുത്താൻ സാധ്യതയില്ല. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ രേഖപ്പെടുത്തിയേക്കാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷനാണ് നൽകുന്നതെങ്കിൽ
ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 77,362 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിലും താഴെയായി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അവ 77,235, 77,103, 77,000, 76,950. അത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് സോൺ ആണ്. അത് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ വരാം. പ്രധാനമായും പിന്നീട് ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവൽ 76,532 എന്ന ലെവലാണ്. ഇതിനിടയിൽ 76,617, 76,720, 76,835, 882 എന്നീ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. വീഡിയോ പോസ് ചെയ്തതിനു ശേഷം താല്പര്യമുള്ളവർ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ. ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർ നിങ്ങൾക്കിത് ഗുണകരം എന്ന് തോന്നുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. സ്ഥിരമായി കാണുന്നവർ തീർച്ചയായും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുമെന്നും ലൈക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. വീഡിയോ തീർച്ചയായും നിങ്ങൾ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലോട്ടും എത്തുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നാളെയും നല്ല മൂവ്മെന്റ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, കൈനിറയെ പ്രോഫിറ്റ് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.